MLA സ്ഥാനത്ത് നിന്ന് രാജിവെക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ പാർട്ടി ആവശ്യപ്പെടുന്നതെന്ന് തോന്നുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും അങ്ങനെ ഒരു ആവശ്യത്തിലേക്ക് എത്തിച്ചേരാൻ, അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കാൻ തയ്യാറായിരുന്നില്ല MP ഗോവിന്ദൻ. ഇപ്പോൾ അദ്ദേഹം ആ തരത്തിലേക്ക് തന്നെയാണ് പ്രതികരണം നടത്തിയിട്ടുള്ളത്. ഇനി മറ്റു മാർഗമില്ല. ഇത്രയും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് പരാതിക്കാരി തന്നെ നേരിട്ട് പരാതിയുമായി രംഗത്തെത്തിയ സാഹചര്യത്തിൽ മറ്റു മാർഗമില്ല. അതിന് പ്രതിഷേധിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അതിന് പ്രതിഷേധത്തിന്റെ ആവശ്യം എന്താണ് എന്ന മറു ചോദ്യമാണ് MP ഗോവിന്ദൻ ചോദിച്ചിട്ടുള്ളത്. അല്പസമയം മുൻപ് ദീപാദാസ് മുൻഷി പ്രതികരിക്കുമ്പോൾ പറഞ്ഞത് ഇപ്പോൾ തന്നെ സസ്പെൻഷനിലാണ്, അതുകൊണ്ട് ഇനിയൊരു നടപടിയുടെ ആവശ്യമില്ല എന്ന ധ്വനി വരുന്ന തരത്തിലായിരുന്നു പ്രതികരണം. പാർട്ടിക്ക് ചെയ്യാവുന്നത് സസ്പെൻഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഇതിനോടകം തന്നെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. പോലീസിന് പരാതി കിട്ടിയിട്ടില്ല, പാർട്ടിക്ക് കിട്ടിയിട്ടില്ല, യുവതിയെ അറിയില്ല. യുവതി ആദ്യം പോകേണ്ടത് പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു എന്നൊക്കെ ദീപാദാസ് മുൻഷി പറയുന്നുണ്ട്. ആരോപണം വന്ന ഉടൻ തന്നെ പാർട്ടി നടപടി എടുത്തു കഴിഞ്ഞിട്ടുണ്ട് എന്നും പറയുകയായിരുന്നു ദീപാദാസ് മുൻഷി. KPCC അധ്യക്ഷനാകട്ടെ, നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് പറയുന്നു. ഒപ്പം തന്നെ ഇതിനോടകം തന്നെ നടപടി കൈക്കൊണ്ടിട്ടുള്ളതാണല്ലോ എന്നും പറയുകയാണ്. എന്നാൽ K മുരളീധരൻ മാത്രമാണ് സർക്കാർ എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ പോലീസ് നടപടി എടുക്കട്ടെ, അതിന്റെ ആ സാഹചര്യം നോക്കി അടുത്ത നടപടിയിലേക്ക് പാർട്ടി കടക്കും എന്ന് പറഞ്ഞത് K മുരളീധരൻ മാത്രമാണ് എന്നുള്ളതും വളരെ ശ്രദ്ധേയമാണ്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ എവിടെയാണ് എന്നുള്ളതിൽ നിലവിൽ ഒരു വ്യക്തതയും കൈവന്നിട്ടില്ല. അദ്ദേഹം പാലക്കാട് കണ്ണാടിയിലായിരുന്നു പ്രചാരണത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം എങ്ങോട്ട് പോയിട്ടുണ്ട് എന്നറിയില്ല. ആ പ്രചാരണം റദ്ദ് ചെയ്തിട്ടുണ്ട് എന്ന് പ്രവർത്തകരെ അറിയിച്ചു എന്നതിനപ്പുറത്തേക്ക് എവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലുള്ളത് എന്നതറിയില്ല. അല്പസമയം മുൻപ് ഇങ്ങനൊരു പരാതി അതിജീവിതം നൽകിയതിന് തൊട്ട് പിന്നാലെ തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം ഇട്ടിട്ടുണ്ട്. അതിൽ പറയുന്നത് നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ, ബോധ്യപ്പെടുത്തും, സത്യം ബോധ്യപ്പെടുത്തും എന്ന് പറയുന്നു. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തും, ഒപ്പം തന്നെ കോടതിയെയും ബോധ്യപ്പെടുത്തും, സത്യം ജയിക്കും എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് നമ്മൾ കണ്ടത്. ഏതായാലും ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്ന്, പോലീസിന്റെ ഭാഗത്തു നിന്ന് വളരെ പെട്ടെന്ന് തന്നെ അടുത്ത നടപടികൾ ഉണ്ടാകുമെന്നതിന്റെ സൂചനകൾ വരുന്നു. ക്രൈംബ്രാഞ്ച് മേധാവിയെ മുഖ്യമന്ത്രി വിളിപ്പിച്ചു, കാര്യങ്ങൾ വിശദമായി തന്നെ സംസാരിച്ചിട്ടുണ്ട്. വളരെ വേഗം തന്നെ നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് മേധാവി നിർദ്ദേശം നൽകിയിട്ടുള്ളത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.